റീസെൻ്റായിട്ട് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 2027 ആകുമ്പോഴത്തേക്ക് കാനഡയിലെ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണമെന്ന് പറയുന്ന ഒരു 5% കുറവ് കൊണ്ടുവരും എന്നുള്ളത്. ഇത് പലർക്കും കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം റീസെൻ്റായിട്ട് ഒരു വ്യക്തി എന്നോട് വിളിച്ച് പറയുകയുണ്ടായി, നാട്ടിലെ ഒരു ഏജൻസി അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ഇവിടെ കാനഡയിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒത്തിരി ഷോർട്ടേജുകളുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഷെഫായിട്ടൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഒരു ഷോർട്ടേജ് ഉള്ളത് കാരണം ഒരു വർക്ക് വിസ കാനഡ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയൊക്കെ കൊടുത്താൽ മതി വർക്ക് വിസ ഡയറക്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ഇത് സത്യമാണോ, ഇതിനകത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, കാനഡയിലെ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അത് കേട്ടായിരുന്നു, അത് മെയിനായിട്ട് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവരുടെ എണ്ണം അല്ലേ കുറയ്ക്കുന്നത് എന്നുള്ളത്. ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ടാണ് നാട്ടിലുള്ള പല ഏജൻസികളും നമ്മളെ ഈസി ആയിട്ട് നമ്മളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താണ് ടെമ്പററി റെസിഡൻസ്? ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വരെ ഒരു കണക്ക് പ്രകാരം കാനഡയിലുള്ള ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 30 ലക്ഷം ആൾക്കാരാണ്. 30 ലക്ഷം എന്ന് പറയുന്നത് കാനഡയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏകദേശം 9% വരും. ഇത്രയധികം ആൾക്കാർ കാനഡയിൽ പെട്ടെന്ന് വന്നതുകൊണ്ടാണ്, പ്രത്യേകിച്ച് 2020 ശേഷമൊക്കെ വന്നതുകൊണ്ടാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഒരു ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10, 12, 18 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഡോക്ടറെ കാണാൻ പോലും പറ്റത്തുള്ളൂ. കാരണം ഈ ടെമ്പററി റെസിഡൻ്റ് ആയിട്ടുള്ളവർക്കും സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്കും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഈ ഹോസ്പിറ്റലിൽ പോയി കാണാനും അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണാനും എല്ലാം അവർ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തത് കാരണം അതെല്ലാം ഫ്രീ ആണ്. അതെല്ലാം അതിനകത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റുകളും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെമ്പററി റെസിഡൻ്റ് ആയിട്ടുള്ളവരും ഈ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ളവരും അതേപോലെ തന്നെ സിറ്റിസൺസ് ആയിട്ടുള്ളവരും എല്ലാവരും ഈ സെയിം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇത്രയധികം വെയിറ്റിംഗ് ടൈമും ഒക്കെ വരുന്നത്. അപ്പോൾ പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ആൾക്കാർ വന്നത് കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായെന്നുള്ളത്. സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർ മാത്രമല്ല, ഇവിടെ ടെമ്പററി റെസിഡൻസ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റിൽ വന്നവരും അതേപോലെ തന്നെ വിസിറ്റിംഗ് വിസ വന്നവരും അതേപോലെ തന്നെ ഒരു സൂപ്പർ വിസ അങ്ങനത്തെ പല കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ടെമ്പററി റെസിഡൻസിൻ്റെ ഗണത്തിൽ വരും. കാനഡയിൽ ഒരു സിറ്റിസണോ അല്ലെങ്കിൽ PR ഇല്ലാത്ത ആൾക്കാരെല്ലാം മെയിനായിട്ട് ഈ ടെമ്പററി റെസിഡൻസിൻ്റെ ഗണത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ടെമ്പററി റെസിഡൻറ്റ് ഇപ്പോൾ ഉള്ള ഒരു ആൾക്കാരുടെ എണ്ണം 9% എന്നുള്ളത് 2027 ആകുമ്പോഴത്തേക്ക് ഏകദേശം 5% താഴെ എത്തിക്കാനാണ് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രമമെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഗവൺമെൻറ് ചെയ്തത് സ്റ്റുഡൻറ്റ് വിസ വരുന്നവർക്ക് ഒരു ക്യാപ്പ് കൊണ്ടുവരികയാണ് ചെയ്തത്. നേരത്തെ ഏത് ഒരാൾക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാനഡയിലൊരു സ്റ്റുഡൻ്റായിട്ട് വരികയും ഇവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റങ്ങൾ വന്ന് ഒരു ജെനുവിനായിട്ട് പഠിക്കാൻ വരുവാന്ന് തോന്നിയാൽ മാത്രമേ ആ സ്റ്റുഡൻറ്റ് വിസ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യത്തുള്ളൂ. മാത്രമല്ല സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നതിൻ്റെ ഫീസും ഇവിടെ ചിലവ് വരുന്ന കാശുകളൊക്കെ വർധന കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവരുടെ എണ്ണം നല്ലതായിട്ട് കുറയുകയും ചെയ്തു. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ഈ ഒരു വർക്ക് വിസയിലൊക്കെ വരുന്നത്. മെയിനായിട്ട് നമുക്കറിയാം US ഒരു H1B വിസയിലൊക്കെ നിർത്തലാക്കിയതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ ഒരു IT ജോലിക്കാരും IT ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരും ഒക്കെയാണ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അവരെല്ലാം വന്നത് ഈ ടെമ്പററി റെസിഡൻ്റ് ആയിട്ട് തന്നെയാണ്. അതായത് ഒരു വർക്ക് പെർമിറ്റിലൊക്കെയാണ് അവരും കാനഡയിലെത്തിയത്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ ടെമ്പററി റെസിഡൻസിൻ്റെ ഗണത്തിൽ വരും. ഇതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഒരു വിസിറ്റിംഗ് വിസയിലൊക്കെ വരികയുണ്ടായി. പ്രത്യേകിച്ച് ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ വന്നതും ഒക്കെ ഈ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാവാൻ കാരണമായി. ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് ചെയ്ത ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഡയറക്റ്റ് PR കൊടുക്കാനുള്ളൊരു വഴികൾ അവർ കഠിനമാക്കി എന്നുള്ളതാണ്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു CRS റോയിലൊക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ 500-ന് മുകളിലൊക്കെ ഉള്ള സ്കോറുള്ളവരെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാനഡയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള പല ആൾക്കാരും അത്രയൊന്നും സ്കോർ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പല ആൾക്കാരും തിരിച്ച് നാട്ടിലേക്ക് പോവുകയൊക്കെ ഉണ്ടായി. എന്നിരുന്നാൽ പോലും 2026 ഏകദേശം 3,80,000 പേരെ ടെമ്പററി റെസിഡൻ്റായിട്ട് ഗവൺമെൻറ് ഇവിടോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു 9% നിന്ന് 5% ആക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 2026 ഇത്രയധികം ടെമ്പററി റെസിഡൻസിനെ ഇവിടെ കൊണ്ടുവരാനും അവർ പ്ലാൻ ചെയ്യുമ്പോൾ അതിലും കൂടുതൽ ആൾക്കാർ, അതായത് ഏകദേശം 4 ലക്ഷം പേരെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു 8 ലക്ഷം പേരെ തിരിച്ച്, അതായത് നേരത്തെയൊക്കെ സ്റ്റുഡൻറ്റ് വിസ വന്നവരെയും ടെമ്പററി റെസിഡൻ്റായിട്ട് വർക്ക് പെർമിറ്റിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് അയച്ചാൽ മാത്രമേ ഈ 2026 പുതിയ ഒരു 3,80,000 പേരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
2026 3,85,000 കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിന് മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും ടാലൻ്റായിട്ടുള്ള, അതായത് റിസർച്ചേഴ്സും അതേപോലെ തന്നെ ഇൻ ഡിമാൻഡായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഒരു ടെമ്പററി റെസിഡൻ്റായിട്ട് കാനഡയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. 2027-28 കാലഘട്ടത്തിൽ ഏകദേശം 3,80,000 ടെമ്പററി റെസിഡൻസിനെ ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ, അറ്റ് പ്രസൻ്റ് ഉള്ള ആൾക്കാരെ അത്രയും പേരെ തിരിച്ച് നാട്ടിലേക്ക് അയച്ചാൽ മാത്രമേ ഇനിയും വരും വർഷങ്ങളിലൊക്കെ വീണ്ടും ടെമ്പററി റെസിഡൻസിൻ്റെ ആൾക്കാരെ ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഏജൻസികൾ നിങ്ങളൊരു വർക്ക് പെർമിറ്റിൽ, അതായത് കാനഡയിലെ ഒരു ഷെഫായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻ ഡിമാൻഡ് ജോലി ചെയ്യാനായിട്ട് ഇവിടെ ഒരു വർക്ക് പെർമിറ്റൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഏജൻസികൾക്ക് കാശ് കൊടുക്കുക. കാരണം അവരൊരു 2 ലക്ഷം രൂപയൊക്കെ വീതം ഒരു വ്യക്തിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു 10-20 പേരൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് എമൗണ്ടാണ് ആ ഏജൻസികൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം പല കാരണങ്ങളും പറഞ്ഞ്, അതായത് ഇപ്പം വിസ കിട്ടാൻ താമസമാണ്, അല്ലെങ്കിൽ ആ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ താമസമുണ്ട്, വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളും പറഞ്ഞ് നിങ്ങളോ ഇങ്ങനെ അവിടെ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ ചതികളിലൊന്നും പെടാതെ മാക്സിമം ശ്രദ്ധിക്കുക. കാനഡ ഒരു കാലത്ത് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2026 നിൽക്കുമ്പോൾ കാനഡയിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് നേടാനോ ഒക്കെ അത്ര എളുപ്പമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഇങ്ങനത്തെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.